നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ അൽ ഹിലാലിന് തകർപ്പൻ ജയം. ജിദ്ദയിൽ നടന്ന മത്സരത്തിൽ സൗത്ത് കൊറിയൻ ക്ലബ്ബായ ഗോങ്ജുവിനെ ഏകപക്ഷീയമായ 7 ഗോളുകൾക്കാണ് സൗദി ക്ലബ്ബ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. അങ്ങനെ അൽ ഹിലാൽ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. മത്സരത്തിൽ അൽ ഹിലാലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് മിട്രോവിച്ചും അൽ ദൗസാരിയും ലിയനാർഡോയും മാൽക്കവും ഒക്കെ ഒരുമിച്ചാണ് കളിക്കാനിറങ്ങിയത്. കളിയുടെ തുടക്കം മുതൽ അൽ ഹിലാലിൻ്റെ ശക്തമായിട്ടുള്ള ആധിപത്യമാണ് കണ്ടത്. അതൊക്കെ ഗോളായിട്ട് മാറുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. 6ാമത്തെ മിനിറ്റിൽ മിലങ്കോവിച്ച് സേവിച്ചിലൂടെയാണ് അവർ ഗോളടി തുടങ്ങി വെക്കുന്നത്. 25ാമത്തെ മിനിറ്റിൽ അവരുടെ ഗോൾ വർഷം വർദ്ധിച്ചു. ലിയനാർഡോയാണ് 2ാമത്തെ ഗോൾ കണ്ടെത്തിയത്. സലേം അൽ ദൗസാരി 33ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചതോടെ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 3 ഗോളിൻ്റെ ലീഡുമായിട്ടാണ് അൽ ഹിലാൽ കയറിപ്പോയത്. 2ാം പകുതിയിൽ ഗോളടി പുനരാരംഭിക്കുന്നു. മിട്രോവിച്ചിലൂടെ 55ാമത്തെ മിനിറ്റിൽ സ്കോർ ലൈൻ 4-0 79ാമത്തെ മിനിറ്റിൽ മാൽക്കമിൻ്റെ ഗോൾ പിറക്കുന്നു. അതിനുശേഷം 84ാമത്തെ മിനിറ്റിലാണ് അടുത്ത ഗോൾ പിറക്കുന്നത്. ഇത്തവണ അവർക്ക് വേണ്ടി ഗോൾ അടിച്ചത് നാസർ അൽ ദൗസരിയാണ്. പിന്നീട് കളിയുടെ 88ാമത്തെ മിനിറ്റിൽ അബ്ദുള്ള അൽ ഹംദാൻ കൂടി ഗോൾ അടിച്ചപ്പോൾ ഏകപക്ഷീയമായ 7 ഗോളിൻ്റെ തകർപ്പൻ ജയമാണ് ഇപ്പോൾ അൽ ഹിലാൽ സ്വന്തമാക്കിയിരിക്കുന്നത്. AFC ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങളൊക്കെ സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് നടക്കുന്നത്. ഇന്നത്തെ മത്സരങ്ങൾ അൽ ഹിലാൽ സൗദിയും ബുൽറാം യുണൈറ്റഡും തമ്മിൽ ഒരു കളിയുണ്ട്. അതുപോലെ തന്നെ പുലർച്ചെ 1 മണിക്ക് യോക്കോഹാമ FM-നെതിരെ അൽ നസർ കളിക്കാനിറങ്ങുന്നു. പിന്നെ നാളെ മത്സരം കവാസാക്കിയും അൽ സദും തമ്മിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.